ഹലോ, നമ്മളിന്ന് രാവിലെ തന്നെ പോകുന്നത് നമ്മുടെ കണിച്ചുകുളങ്ങര അമ്പലത്തിലോട്ടാണ്. നമുക്കിന്ന് അവിടെ ചിക്കര കുട്ടികളെ മേക്കപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതാണ് രാവിലെ നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മൾ ഒരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളോട് നമ്മൾ 6 മണിയൊക്കെ ആകുമ്പം എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് കൂടുതൽ കുട്ടികളുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫസ്റ്റ് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ടൈം ആയിട്ടുള്ളെങ്കിലും ഓൾമോസ്റ്റ് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം കുട്ടികൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ്, അവിടെ താലിചാർത്തലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഇന്നൊരു പ്രത്യേക ദിവസവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല അത്യാവശ്യം രാവിലെ തൊട്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാ കുട്ടികളും സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആയിട്ട് ഒരുങ്ങുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് 2 വർഷത്തിന് മുന്നേ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് അങ്ങോട്ടൊക്കെ പോയി നോക്കി. ഏകദേശം അവിടെയാണ് നമ്മുടെ കട വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ വീടൊക്കെയാണ്. അപ്പോൾ കുട്ടികൾ രാവിലെയും വൈകുന്നേരവും ഇവിടെ ഇങ്ങനെ വലം വെക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതിനും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മേക്കപ്പിലോട്ട് കുട്ടികളൊക്കെ എത്തിയത്. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ മേക്കപ്പ് ചെയ്യുന്ന സ്റ്റുഡിയോയിലോട്ട് പോയി. അപ്പോൾ ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൊന്നൂസ് ബ്യൂട്ടി പാർലറാണ്. അതായത് നമ്മുടെ മീനാക്ഷി D4 ഡാൻസിലെ മീനാക്ഷിയുടെ അമ്മ നടത്തുന്ന പാർലറാണ്. അവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് മേക്കപ്പ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ലിനീഷേട്ടൻ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിനീഷേട്ടൻ നമ്മുടെ കൂട്ടത്തിലുള്ള മേക്കപ്പ് മാനാണേ. അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ മീനാക്ഷിയുടെ അമ്മ. അപ്പോൾ ആൻറ്റിയായിട്ട് കുറച്ച് നേരമൊക്കെ നിന്ന് സംസാരിച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ പ്രിൻസേട്ടനും ജസ്റ്റ് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് സമയം സംസാരിച്ചിരുന്നുള്ളെങ്കിലും പിന്നെ ഫുള്ള് തിരക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കിട്ടുന്ന ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഓരോ കുട്ടികളും ഒരുങ്ങുന്നതനുസരിച്ച് സുന്ദരികളായിക്കൊണ്ടിരിക്കുക. ഭയങ്കര രസമായിരുന്നു കുട്ടികളെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഹെയർ ആണെങ്കിലും സാരി ആണെങ്കിലും പിന്നെ വെറൈറ്റീസ് ഓഫ് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ കുട്ടീനെ നമ്മൾ ഫസ്റ്റ് ഒരുക്കിയത്, അതാണ് കുറച്ച് കൂടുതൽ ക്ലിപ്പിനകത്ത് ഇരിക്കുന്നത്. അങ്ങനെ നല്ല കുട്ടീനെ നമ്മൾ നന്നായിട്ടൊക്കെ ഒരുക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷ്ണനും മുരുകനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ആണെങ്കിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും നല്ലതായിട്ടാണ് ചെയ്ത് കൊടുത്തത്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഏറ്റവും ചെറിയ ദേവി. അപ്പോൾ ദേവീനെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ദേവിയുടെ സ്വഭാവമൊക്കെ മാറി കരയാനൊക്കെ തുടങ്ങി. പിന്നെ എല്ലാവരും കുഞ്ഞി പിള്ളേരാണ് കേട്ടോ. അപ്പോൾ ഇവർ ഏകദേശം 21 ദിവസത്തോളം അവിടെ അമ്പലത്തിൽ തന്നെ താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടുള്ള ചടങ്ങാണ്. എനിക്ക് വലുതായിട്ട് അതിനെപ്പറ്റി പറയാനായിട്ട് അറിയില്ല, എങ്കിലും ഞങ്ങൾ തകർത്ത് മേക്കപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിനീഷ് ചേട്ടൻ്റെ പെങ്ങളും അനിയത്തിയും ഉണ്ടായിരുന്നു, അവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇത് കഴിഞ്ഞപ്പം ഏകദേശം 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ 5:30 തൊട്ടൊന്നും കഴിക്കാതെയാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ഏകദേശം നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ലിനീഷ് ചേട്ടനും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു 2-3 പേര്. അപ്പോൾ ഞങ്ങളൊക്കെ അവരൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലുള്ളൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ 12 മണി 12:30 ആയ സമയത്ത് ആയതുകൊണ്ടിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് നോൺ വെജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെയൊക്കെ സൈഡിലുള്ളതുകൊണ്ട് നോൺ വെജ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നമ്മുടെ ഹോംലി ഫീലൊക്കെ തോന്നുന്ന ഫുഡായിരുന്നു. അങ്ങനെ ഞാനും ലിനീഷ് ചേട്ടനും നമ്മുടെ സൂതപ്പൻ ചേട്ടൻ, നമ്മുടെ രാജപ്പൻ ചേട്ടൻ, അങ്ങനെ ഇവരൊക്കെ പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. അവരൊക്കെ ഇപ്പോഴും ഇപ്പോഴും അവർ സജീവമായിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ. അങ്ങനെ അവരൊക്കെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു നാരങ്ങ മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നാരങ്ങ മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നാരങ്ങ മിഠായി കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റുഡിയോയിലോട്ട് പോയി. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണമായിരുന്നു പോകാനായിട്ട്. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ ദേവിമാരും നമ്മുടെ കൃഷ്ണനും മുരുകനും ഒക്കെ വരുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അവളുടെ ചേച്ചിയുടെ കൊച്ചായിരുന്നു ഇത്. അവൾ മേക്കപ്പ് ചെയ്ത കൊച്ചായിരുന്നേ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പല കോസ്റ്റ്യൂമും മേക്കപ്പും. അപ്പോൾ ദേവിയുടെ പല അവതാരങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ സർപ്രൈസായിട്ട് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളെ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടതെങ്കിലും ഞങ്ങൾ മിക്കവാറും അങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ ഐശ്വര്യനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, എൻ്റെ ഫ്രണ്ടാണ് അവൾ. അങ്ങനെ അവളുമായിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞാൻ സഫീദ് അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്തോട്ട് പോകണമായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എറണാകുളത്തോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.